ഇതിപ്പോൾ എന്താണെന്നറിയോ, കല്യാണിക്കുട്ടി ഒരു നാളികേരം കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ റൊണാൾഡോയാണ് ഉള്ളിൽ ഏറ്റവും വലിപ്പമുള്ള ആളാണെങ്കിലും കൂടിയിട്ട് അവന് വാശിക്കൊരു കുറവൊന്നുമില്ല. ഇപ്പം അവളുടെ കയ്യിൽ നിന്ന് നാളികേരം കിട്ടണം. ആരുടെ കയ്യിൽ നിന്ന്? നമ്മുടെ കല്യാണിക്കുട്ടിയുടെ കയ്യിൽ നിന്ന്. എവിടെ കിട്ടാനാ? ഇവൻ കിടന്ന് ആക്കുന്നല്ലാതെ. കണ്ടോ, കല്യാണിക്കുട്ടി പതുക്കെ ആ താപ്പിൽ നാളികേരം എടുത്ത് പൊക്കി. കുറേ നേരം നമ്മുടെ റൊണാൾഡോ ഇരിക്കും. കല്യാണിക്കുട്ടിയാണെങ്കിൽ ഒരു പൊടിക്കത് വിട്ടും കൊടുക്കില്ല. സ്വതവേ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് തട്ടി പറിക്കുന്ന സ്വഭാവമാണ് നമ്മുടെ കല്യാണിക്കുട്ടിക്ക് ഉള്ളതെങ്കിലും ഇതിപ്പോൾ അവൾ സ്വന്തമായിട്ട് കൊണ്ടുവന്ന നാളികേരമാണ്. ഒരു കുഞ്ഞ് നാളികേരം. ആ ചട്ടിയുടെ ഗ്യാപ്പിലായ തന്നെ വിചാരിച്ചപ്പോൾ നമ്മുടെ റൊണാൾഡോയ്ക്ക് എടുക്കാനൊന്നും പറ്റണില്ല. അവങ്ങനെ കുറേ നേരമായി അവളുടെ അടുത്ത് ഇരുന്ന് ഇങ്ങനെ ഇരിക്കണേ. കണ്ടോ കൈ പോണിരിക്കുക. നാളികേരത്തിൻ്റെ അടിക്ക് റൊണാൾഡോയുടെ അറിയാത്ത പോലെ കൈ വയ്ക്കും. കല്യാണി ആരാ മുതൽ അതനുസരിച്ച് നാളികേരം പതുക്കെ അങ്ങോട്ട് കടിച്ചിറക്കി നീക്കും ബാക്കിലേക്ക്. റൊണാൾഡോ ഭയങ്കര സൂത്രകാരനെ. കൈ അറിയാണ്ട് പതുക്കെ നാളികേരത്തിലേക്ക് മുട്ടിക്കും. അങ്ങനെയാണ്. പക്ഷെ നമ്മുടെ കല്യാണിക്കുട്ടിയുടെ അടുത്ത് നടക്കില്ലേ. അവൾ പഠിച്ച കുട്ടിയാണ്. കാരണം 6 ആങ്ങളമാരുടെ അടുത്ത് നിന്ന് പിടിച്ച് നിൽക്കാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതിലവൾ ജയിച്ച് കയറി വന്നിരിക്കുകയാണ്. അത് കാരണം ഇവർ മനസ്സിൽ വിചാരിക്കണത്തേക്കാളും മുന്നേ കല്യാണിക്കുട്ടി മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവും അവളത് കിട്ടൂല. റൊണാൾഡോ നോക്കാൻ നോക്കിയാൽ ചിരിച്ചിരിക്കണം. അവരിയ്ക്കാൻ അത് കിട്ടാൻ വേണ്ടിയിട്ട് അവരുടെ കൈ നാളികേരത്തിമിക്ക് എത്തിയിട്ടാണ്. കല്യാണി പതുക്കെ നാളികേരത്തിമിക്ക് കഴുത്ത് വെച്ചിട്ട് അവൻ്റെ ശ്രദ്ധ വേറെ പിടിക്കുകയോ മാറി അവൾ പതുക്കെ നീക്കാൻ നോക്കുന്നുണ്ട്. കടത്തിക്കൊണ്ട് പൊക്കോ കല്യാണിയെ. ഇവർ രണ്ടുപേരുടെ നാളികേരത്തിൻ്റെ യുദ്ധം കാണാനായിട്ട് ബാക്കി എല്ലാവരും കൂടെ കിടക്കണ്ടിട്ടാ. അത് കല്യാണിൻ്റെ അല്ലടാ പൊന്നു, അത് അവൾ എടുത്തോട്ടെ. എൻ്റെ മോൻ തന്നെ അവളുടെ അടുത്ത് അത് ചോദിച്ചുകൊണ്ടിരിക്കണേ. അവളെന്നെ കിട്ടില്ല എന്ന് അറിയണതല്ലേ. എൻ്റെ മോൻ കുറേ നേരം ചോദിച്ചിട്ട് അവൾ തരുമോ? അവൾക്ക് അങ്ങനത്തെ ഒരു ശീലമില്ലല്ലോ എന്ന് അറിയണതല്ലേ. അങ്ങനെയല്ല അമ്മയുടെ കുട്ടികളെ അവളെ വളർത്തി നോക്കണേ. എല്ലാവരും ഉണ്ട് ഇവിടെ. ഒരാൾ അവളുടെ കാര്യത്തിൽ ഇടപെടില്ല. കണ്ടോ, ഒരാളെൻ്റെ കാലും പിന്നിരിക്കണേ. ഇപ്പുറത്തും ഒരാൾ ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾ കല്യാണിക്കുട്ടിയുടെ കാര്യത്തിൽ ഇടപെടില്ല. ഇല്ലല്ലോ പ്ലാറ്റ് കൂട്ടാ. അത് അവളെന്നെ എടുത്തോട്ടെ അല്ലേ. ഇതാ എൻ്റെ മോൻ ചോദിക്കണ്ട കേട്ടോ. അവളൊന്നും കിട്ടില്ലതാ. അവൾ നാളെ ഇവിടെ സ്വന്തമാക്കി. അതിനൊരു അഹങ്കാരമൊക്കെ അവൾക്ക് ഉണ്ട്. ഒരു പ്രത്യേക സൗണ്ട് വന്നിട്ട് കിട്ടേണ്ട. എന്താമോ അങ്ങനെ നമ്മുടെ കല്യാണിക്കുട്ടിയുടെ വിശേഷം ഇവിടെ കഴിയണമൊന്നുമില്ല. അന്ന് രാത്രി തന്നെ കല്യാണിക്കുട്ടിയെ എന്താണാവോ റൊണാൾഡോയ്ക്ക് ഒരു വാണിംഗ് ഒക്കെ കൊടുക്കുന്നുണ്ട്. എന്താണാവോ.